നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ വൃത്തിയായി കഴുകി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം സ്റ്റീം ചെയ്താൽ മതിയാകും. അധികം വേവിക്കാൻ നിൽക്കരുത്. ഇങ്ങനെ നെല്ലിക്കയെല്ലാം ജസ്റ്റ് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് നെല്ലിക്കയെല്ലാം ഇതുപോലെ സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ എല്ലാം പൊളിച്ചെടുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 5 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, അതുപോലെ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. അച്ചാറുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ലെണ്ണ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാവുമ്പോൾ അച്ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മണ്ണിൻ്റെ ചീൻചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വയ്ക്കാൻ. കാരണം പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു. കാരണം പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ വിനാഗിരി ഇതേ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് വീണ്ടും കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വായിൽ കൊതിയൂറുന്ന നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പിന്നെ ഇരിക്കും തോറും നെല്ലിക്ക അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടും. പിന്നെ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം. ബൈ ബൈ.